ഇപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ ദില്ലിയിൽ മാധ്യമങ്ങളെ കാണുകയാണ് തത്സമയം. സവിശേഷമായ റേഷൻ പ്രശ്നങ്ങൾ അദ്ദേഹത്തിന് മുന്നിൽ വിവരിച്ചപ്പോൾ അതെല്ലാം ശ്രദ്ധാപൂർവം കേൾക്കുന്ന നില തന്നെയാണ് സ്വീകരിച്ചത്. ഏകദേശം 20 മിനിറ്റോളം ചെലവഴിക്കുന്ന നില ഈ ചർച്ചയിലുണ്ടായി. നമ്മുടെ രാജ്യത്തെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായ നിലയാണ് കേരളത്തിനുള്ളത്. കാരണം നമ്മുടെ സംസ്ഥാനത്ത് ആവശ്യമായ ഭക്ഷ്യധാന്യം നമുക്ക് ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്നില്ല. നമ്മൾ നല്ല തോതിൽ നാണ്യവിളകളാണ് ഉൽപ്പാദിപ്പിക്കുന്നത്. ഭക്ഷ്യധാന്യം പരിശോധിച്ചാൽ ആവശ്യത്തിൻ്റെ ഒരു 15% മാത്രമേ നമുക്ക് ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്നുള്ളൂ എന്നതാണ് നില. ഈ നാണ്യവിള യഥാർത്ഥത്തിൽ രാജ്യത്തിന് വിദേശ നാണ്യം നേടിത്തരാൻ ഉപകരിക്കുന്ന ഒന്നുമാണ്. ഇതിനു പകരമായിട്ടാണ് കേന്ദ്രം നമുക്ക് ഭക്ഷ്യധാന്യ വിഹിതം അനുവദിച്ചിരുന്നത്. കേന്ദ്രത്തിൻ്റെ സഹായത്തോടെയാണ് 1966 മുതൽ സ്റ്റാറ്റ്യൂട്ടറി റേഷനിങ് സമ്പ്രദായം ആരംഭിക്കുന്ന നില നമ്മുടെ സംസ്ഥാനത്ത് സ്വീകരിച്ചത്. എന്നാൽ പിന്നീട് ചില മാറ്റങ്ങൾ ഈ കാര്യത്തിൽ വന്നു. 1997 ടാർഗറ്റഡ് PDS ലക്ഷ്യാധിഷ്ഠിത പൊതുവിതരണ സമ്പ്രദായം നടപ്പാക്കി. പക്ഷെ ആ ഘട്ടത്തിൽ കേരളത്തിൻ്റെ പ്രത്യേക സാഹചര്യം കണക്കിലെടുത്ത് അധിക വിഹിതം അനുവദിച്ചിരുന്നു. അങ്ങനെ അധിക വിഹിതം അനുവദിച്ചതിൻ്റെ ഭാഗമായി പ്രതിവർഷം 16 ലക്ഷം മെട്രിക് ടൺ ഭക്ഷ്യധാന്യം അനുവദിച്ച് കിട്ടിയിരുന്നു. 16 ലക്ഷവും അതിലധികവും മെട്രിക് ടൺ ഭക്ഷ്യധാന്യം അനുവദിച്ച് കിട്ടിയിരുന്നു. എന്നാൽ കഴിഞ്ഞ UPA സർക്കാരിൻ്റെ കാലത്താണ് ഭക്ഷ്യസുരക്ഷാ നിയമം പാസ്സാക്കുന്നത്. അതിൻ്റെ മാനദണ്ഡങ്ങൾ ചൂണ്ടിക്കാണിച്ച് നമ്മുടെ വിഹിതത്തിൽ 2 ലക്ഷം മെട്രിക് ടണ്ണിൻ്റെ കുറവാണ് ഇപ്പോൾ വരുത്തിയിട്ടുള്ളത്. അതായത് നേരത്തെ 16 ലക്ഷവും 16.20 16,20,000 ടണ്ണുമൊക്കെ മെട്രിക് ടണ്ണുമൊക്കെ കിട്ടിയ സ്ഥാനത്ത് ഇപ്പോൾ ലഭിക്കുന്നത് 14,25,000 മെട്രിക് ടൺ മാത്രമാണ്. അപ്പോൾ കൃത്യമായി തന്നെ 2 ലക്ഷം മെട്രിക് ടണ്ണിൻ്റെ കുറവ് വന്നു എന്നർത്ഥം. പൊതുവിതരണ രംഗം ശക്തിപ്പെടുത്തണമെന്ന് പൊതുവെ എല്ലാവരും പറയാറുണ്ട്. നേരത്തെയുള്ള നിലയെടുത്താൽ പൊതുവിതരണ രംഗം ശക്തമായ കേരളത്തെയാണ് എല്ലാവരും മാതൃകയായി ചൂണ്ടിക്കാണിക്കാറുമുള്ളത്. ഈ കാര്യം പ്രധാനമന്ത്രിക്കും അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ കേന്ദ്രത്തിന് ആകെ പറയാനുള്ളത് ഭക്ഷ്യസുരക്ഷാ ആക്ടിൻ്റെ മാനദണ്ഡം അനുസരിച്ച് ഇത്രയേ പറ്റൂ. അപ്പോൾ ആ തടസ്സങ്ങളാണ് കേന്ദ്രം ചൂണ്ടിക്കാണിക്കുന്നത്.
അപ്പോൾ ഒരു കാര്യം, നിയമം ജനങ്ങൾക്ക് വേണ്ടിയുള്ളതാണല്ലോ. അപ്പോൾ നിയമപ്രകാരം എവിടെയെങ്കിലും കൃത്യമായ കാര്യങ്ങൾ നടപ്പാക്കുന്നതിന് തടസ്സം അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ സ്വാഭാവികമായും അത് പരിഹരിക്കാനുള്ള നടപടിയാണ് ഉണ്ടാകേണ്ടത്. അതുകൊണ്ട് തന്നെ ആ കാര്യം ചൂണ്ടിക്കാണിക്കുകയും പ്രധാനമന്ത്രി നേരിട്ട് താൽപ്പര്യമെടുത്ത് ഇക്കാര്യത്തിൽ ഇടപെട്ട് സംസ്ഥാനത്തിൻ്റെ ഭക്ഷ്യപ്രശ്നം പരിഹരിക്കുന്നതിന് തീരുമാനമുണ്ടാക്കണമെന്നാണ് അദ്ദേഹത്തോട് അഭ്യർത്ഥിച്ചത്. ഒരു നിരാശാജനകമായ പ്രതികരണമല്ല അദ്ദേഹത്തിൽ നിന്ന് ഉണ്ടായത്. അനുകൂല പ്രതികരണം ഉണ്ടായത് നമുക്ക് പ്രതീക്ഷ നൽകുന്നുണ്ട്. നിങ്ങൾക്കെല്ലാം അറിയാവുന്നതുപോലെ 3 വർഷത്തെ ഔദ്യോഗിക ഭക്ഷ്യധാന്യ വിഹിതത്തിൻ്റെ ഉപയോഗ ശരാശരിയാണ് കോട്ടയായി സംസ്ഥാനത്തിന് നിശ്ചയിച്ചത്. എന്നാൽ നേരത്തെ ചൂണ്ടിക്കാണിച്ചതുപോലെ കേരളത്തിന് ലഭിച്ചുകൊണ്ടിരുന്ന അധിക വിഹിതമുണ്ട്, അഡീഷണൽ ലൊക്കേഷൻ. ആ കാര്യം ഈ ഔദ്യോഗിക വിഹിതത്തിൽ കാണാൻ കഴിയില്ല. അപ്പൊ അത് ഉൾപ്പെടുത്താതെയാണ് കണക്കെടുത്തത്. അപ്പൊ അതുകൊണ്ട് ഇന്നത്തെ ഭക്ഷ്യധാന്യ വിഹിതം നിശ്ചയിക്കുന്ന കണക്ക് തയ്യാറാക്കുമ്പോൾ ഒരു ഭാഗം ഒഴിഞ്ഞു പോയിട്ടുണ്ട്. കേരളത്തിന് ലഭിച്ച ഭക്ഷ്യധാന്യം ഒരു ഭാഗം ഒഴിഞ്ഞു പോയിട്ടുണ്ട്. ഇത് നീതീകരിക്കാൻ കഴിയുന്നതല്ല എന്ന വസ്തുത പ്രധാനമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്. ഇവിടെ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം, ഭക്ഷ്യസുരക്ഷാ നിയമം നേരത്തെ നടപ്പായല്ലോ. അന്ന് കേരളത്തിൽ നിലനിൽക്കുന്ന പ്രത്യേക സാഹചര്യം ശരിയായ രൂപത്തിൽ അന്നത്തെ സർക്കാരിന് അന്നത്തെ കേന്ദ്ര ഗവൺമെന്റിന് മുന്നിൽ അവതരിപ്പിക്കാൻ കഴിഞ്ഞിരുന്നില്ല. കേരളീയനായ ഒരു മന്ത്രി തന്നെയായിരുന്നു ഈ നിയമം പൈലറ്റ് ചെയ്തത്. അപ്പോൾ കേരളത്തിൻ്റെ യഥാർത്ഥ പ്രശ്നങ്ങൾ അന്ന് അധികാരത്തിലുണ്ടായിരുന്ന UDF ഗവൺമെന്റ്, സംസ്ഥാനത്ത് അധികാരത്തിൽ, കേന്ദ്രത്തിൽ UPA ഗവൺമെന്റ്. അപ്പോൾ കേന്ദ്ര ഗവൺമെന്റിന് മുന്നിൽ ശരിയായ രൂപത്തിൽ അവതരിപ്പിക്കാൻ കഴിഞ്ഞിരുന്നില്ല. നിയമം പാസ്സായി. നിയമം പാസ്സാകുന്ന ഘട്ടത്തിൽ കേരളത്തിന്റെ പ്രശ്നം പാർലമെന്റ് അംഗങ്ങൾ ഉന്നയിച്ചിരുന്നു. ഇടതുപക്ഷം നിരവധി ഭേദഗതികൾ ഉന്നയിച്ചിരുന്നു. ഒരു ഭേദഗതിയും അംഗീകരിക്കാൻ, ഉന്നയിച്ച സംസ്ഥാന താല്പര്യം വെച്ചുകൊണ്ട് ഉന്നയിച്ച ഒരു ഭേദഗതിയും അംഗീകരിക്കാൻ അന്ന് ഗവൺമെന്റ് സന്നദ്ധവുമായിരുന്നില്ല. നിയമം പാസ്സായി. നിയമം പാസ്സായ ഘട്ടത്തിൽ വേണ്ടത് നിയമം നടപ്പിലാക്കാനുള്ള നടപടികൾ സ്വീകരിക്കലാണ്. പെട്ടെന്ന് ഒരു ദിവസം നടപ്പാക്കാൻ കഴിയുന്നതല്ല. പക്ഷേ നിയമം നടപ്പാക്കാനുള്ള ഒരു നടപടിയും സ്വീകരിച്ചില്ല. ഓരോ ഘട്ടത്തിലും നടപ്പാക്കാനുള്ളതിന് അവധി നീട്ടിവാങ്ങി. അങ്ങനെ ഓരോ ഘട്ടത്തിലും അവധി നീട്ടി അവസാനം ഇതിനിടക്ക് കേന്ദ്രത്തിൽ ഭരണമാറ്റം വന്നു. അപ്പോഴും സംസ്ഥാനം അവധി നീട്ടിവാങ്ങി. അവസാനം കേന്ദ്ര ഗവൺമെന്റ് പറഞ്ഞു, ഇനി നിങ്ങൾക്ക് അവധി നീട്ടിത്തരില്ല, എല്ലാവരുടെയും ഇത് നടപ്പായി കഴിഞ്ഞു, ഇനി ഇങ്ങോട്ട് വരരുത്. ആ സന്ദർഭത്തിലാണ് നിയമസഭാ തെരഞ്ഞെടുപ്പ് വന്നത്.
നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് പുതിയ ഗവൺമെൻറ് അധികാരത്തിൽ വന്നു. നടപ്പാക്കാനുള്ളൊരു നടപടിയും ഈ നിയമം നടപ്പാക്കാനുള്ളൊരു നടപടിയും അവിടെ ആരംഭിച്ചിട്ടില്ല. അപ്പോൾ സ്വാഭാവികമായും അവധി നീട്ടിത്തരണമെന്ന് ആവശ്യപ്പെട്ടു. അപ്പോൾ എല്ലാ അവധിയും കഴിഞ്ഞതാണ്. നിങ്ങൾക്ക് സംസ്ഥാനത്തിൻ്റെ കാര്യമാണല്ലോ, സംസ്ഥാനത്തെ ഭരണമാറ്റമൊന്നും കേന്ദ്രം ശ്രദ്ധിക്കേണ്ട കാര്യമില്ലല്ലോ. സംസ്ഥാനത്തിന് ഇതേവരെ അവധി നീട്ടിത്തന്നു കഴിഞ്ഞു. ഇനി നിങ്ങൾക്ക് അവധി നീട്ടിത്തരാൻ പറ്റില്ല. ഇത് ഇപ്പം നടപ്പാക്കണം. ഇപ്പോൾ നടപ്പാക്കാനൊന്നും ആയിട്ടില്ല. അപ്പോഴാണ് ഭക്ഷ്യധാന്യ വിഹിതം ഇനി നിങ്ങൾക്കില്ല എന്ന കടുത്ത നിലപാടിലേക്ക് കേന്ദ്രം നീങ്ങിയത്. അപ്പോൾ നടപ്പാക്കാനുള്ള നടപടികൾ ആരംഭിക്കുന്നു. വസ്തുതകൾ കേന്ദ്രത്തിന് മുന്നിൽ അവതരിപ്പിച്ചു. നടപ്പാക്കാനുള്ള നടപടികൾ ആരംഭിക്കുകയാണ്. അങ്ങനെയുള്ള ഉറപ്പുകളുടെ അടിസ്ഥാനത്തിലാണ് പിന്നീട് ഭക്ഷ്യധാന്യം വിഹിതം അനുവദിക്കുന്ന നില ഉണ്ടായത്. ഇപ്പോൾ ഈ നിയമം നടപ്പാക്കാനുള്ള ദ്രുതഗതിയിലുള്ള പ്രവർത്തനമാണ് സംസ്ഥാനത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. അത് പ്രധാനമന്ത്രിയെ ബോധ്യപ്പെടുത്തിയിട്ടുമുണ്ട്. പ്രധാനമന്ത്രിയെ കണ്ടതിനു പുറമെ ഭക്ഷ്യമന്ത്രി രാംവിലാസ് പാസ്വാനെയും ഞങ്ങൾ കാണുകയുണ്ടായി. പ്രശ്നങ്ങൾ അദ്ദേഹത്തെ ധരിപ്പിച്ചു. അദ്ദേഹത്തിനും കേരളത്തെക്കുറിച്ച് കൃത്യമായ ധാരണയുണ്ട്. കേരളത്തെക്കുറിച്ച് അറിയായിക ഇവിടെയില്ല. എല്ലാവർക്കും കൃത്യമായിട്ട് അറിയാം. കേരളത്തിൻ്റെ പ്രത്യേക പ്രശ്നങ്ങളും അറിയാം. ഇപ്പോൾ അദ്ദേഹത്തിന് ശാരീരികമായ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിലും വളരെ താല്പര്യപൂർവ്വമാണ് നമുക്ക് പറയാനുള്ള കാര്യങ്ങളെല്ലാം ശ്രദ്ധാപൂർവം അദ്ദേഹം കേട്ടത്. നമ്മുടെ സംസ്ഥാനത്ത് 2 ലക്ഷം ടണ്ണിൻ്റെ കുറവ് നികത്തണമെന്ന് പറഞ്ഞപ്പോൾ ആ കാര്യം അദ്ദേഹം സമ്മതിക്കുന്നുണ്ട്. നികത്താമെന്ന കാര്യം സമ്മതിക്കുന്നുണ്ട്. പക്ഷെ നികത്താമെന്ന് പറയുമ്പോഴുള്ള ഒരു പ്രശ്നം, നമുക്കുള്ള പ്രശ്നം, കേരളത്തിൽ നേരത്തെ BPL ലീസ്റ്റും സ്റ്റേറ്റ് BPL ലീസ്റ്റും ഉണ്ട്. ഇത് രണ്ടിനും ഒരേ പരിഗണനയിലായിരുന്നു റേഷൻ വിഹിതം നേരത്തെ നൽകിയിരുന്നത്. ഇപ്പോൾ മുൻഗണനാ പട്ടികയിലാണ് പെടുന്നത്. ഇപ്പോൾ മുൻഗണനാ പട്ടികയിൽ ഇത് രണ്ടിലുമുള്ളൊരു ആളുകളെ നോക്കിയാൽ മുൻഗണനാ പട്ടികയിൽ പെടാത്ത ധാരാളം ആളുകൾ പുറത്ത് കിടക്കുന്നുണ്ട്. അപ്പോൾ സംഭവിക്കുന്നത്, നേരത്തെ ഒരേപോലെ റേഷൻ കിട്ടിയവർ അയൽക്കാരായിരിക്കും. ഒരു കുടുംബത്തിന് 5 കിലോ അരി വീതം ലഭിക്കുന്നു. അത് സൗജന്യമായിട്ടാണ്. നമ്മളതിന് പൈസ ഈടാക്കുന്നില്ല. 3 രൂപയാണ് ഇവിടെ നിശ്ചയിച്ചതെങ്കിലും പൈസ ഈടാക്കുന്നില്ല. പിന്നെ സ്റ്റേറ്റ് BPL പട്ടികയിൽ നേരത്തെ ഉണ്ടായിരുന്ന ബാക്കി ആളുകൾ, മുൻഗണനാ പട്ടികയിൽ പെടാത്തവർ, അവർക്ക് 2 കിലോ മാത്രമേ കൊടുക്കാൻ കഴിയൂ. അപ്പോൾ 2 കിലോ കൊടുക്കുമ്പോൾ അവരിൽ നിന്ന് 2 രൂപ വീതം ഈടാക്കുകയാണ്. അപ്പോൾ സംഭവിക്കുന്ന എന്താ? നേരത്തെ ഒരേപോലെ കിട്ടിയവർ, ഒരേ ഗണത്തിൽപ്പെട്ടവർ, ഒരാൾക്ക് കിട്ടുന്നു, മറ്റൊരാൾക്ക് കിട്ടുന്നില്ല. കിട്ടാത്തവരുടെ അതൃപ്തി വലിയ തോതിൽ വരികയാണ്. ഇത് വിലയുടെ പ്രശ്നം. പിന്നെ ഈ വിഹിതം കുറവ് നികത്താമെന്ന് പറയുമ്പോൾ വിലയുടേതാണ് പ്രശ്നം. നമ്മുടെ വില 25 രൂപയിൽ കൂടുതൽ വരും ഇവർ തരുന്ന അരിയുടെ. 25-ൽ കൂടുതൽ എന്ന് പറഞ്ഞപ്പോൾ അതിനേക്കാളും കൂടുതൽ വരും എന്ന് ഭക്ഷ്യമന്ത്രി തന്നെ ഞങ്ങളോട് പറയുകയുണ്ടായി. അപ്പോൾ ആ വിലക്ക് അരി വാങ്ങിയിട്ട് ഈ പറയുന്ന നമ്മുടെ സൗജന്യ നിരക്കിൽ കൊടുക്കാൻ അത്രമാത്രം ധനശേഷിയുള്ള സംസ്ഥാനമല്ലല്ലോ കേരളം. ആ പ്രശ്നം ഞങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തി. അപ്പോൾ അദ്ദേഹം, ഭക്ഷ്യമന്ത്രി, നിലപാടെടുത്തത് സംസ്ഥാന ഗവൺമെൻറ്റും കേന്ദ്ര ഭക്ഷ്യവകുപ്പും കൂടി ഈ കാര്യം സംയുക്തമായി ചർച്ച ചെയ്ത് ആവശ്യമായ നിലപാടെടുക്കാം. അതായത് ഒരു പോസിറ്റീവ് സമീപനമാണുള്ളത്. എന്താ നിലപാടെന്ന് പറഞ്ഞിട്ടില്ല, എന്നാലും നമുക്ക് ചർച്ച ചെയ്ത് തീരുമാനിക്കാം എന്ന് പറഞ്ഞ് വെച്ചിരിക്കുകയാണ്. അതുപോലെ തന്നെ ഞങ്ങൾ ഉന്നയിച്ച മറ്റൊരു കാര്യം,
നമ്മുടെ ഇതര സംസ്ഥാന തൊഴിലാളികളുടെ പ്രശ്നം. അത് കേരളത്തിലൊരു പ്രശ്നമാണ്. 35 ലക്ഷത്തിലധികം ഇതര സംസ്ഥാന തൊഴിലാളികൾ കേരളത്തിലുണ്ട്. അവർക്ക് ഭക്ഷ്യധാന്യം കൊടുക്കുന്ന പ്രശ്നം ഉന്നയിച്ചപ്പോൾ അതിൽ ഈ സാധാരണ നിലക്കുള്ള കാശ് ഈടാക്കി തരാം എന്ന നിലപാടാണ് കേന്ദ്രത്തിനുള്ളത്. പക്ഷേ പ്രാദേശിക ലേലത്തിലൂടെ അതിൻ്റെ വിഷമം ചൂണ്ടിക്കാണിച്ചപ്പോൾ പ്രാദേശിക ലേലത്തിലൂടെ ഭക്ഷ്യധാന്യം എടുക്കുന്നതിന് സംവിധാനം ഉണ്ടാക്കാം എന്നും സമ്മതിച്ചിട്ടുണ്ട്. നമുക്ക് യഥാർത്ഥത്തിൽ തൃപ്തികരമായൊരു തീരുമാനമല്ല ഇത്. അത് ഇക്കാര്യത്തിൽ കൂടുതൽ ചെലവ് വരുമെന്നുള്ളതാണ് അതിൽ കാണേണ്ടത്. അപ്പോൾ ഭക്ഷ്യസുരക്ഷാ പ്രശ്നത്തിൻ്റെ മാനദണ്ഡങ്ങളിൽ പെട്ടാൽ മാത്രമേ ഈ പറയുന്ന അനുകൂല നിലയുണ്ടാകാനിടയുള്ളൂ. അപ്പോൾ അതിൽ ആ മാനദണ്ഡങ്ങളിലാണ് മാറ്റം വരേണ്ടത്. അപ്പോൾ ശാശ്വത പരിഹാരത്തിന് ഭക്ഷ്യസുരക്ഷാ നിയമത്തിൻ്റെ പരിധിയിൽ നമ്മൾ ആകെപ്പെടുന്ന നില വരേണ്ടതായിട്ടുണ്ട്. പിന്നെ അദ്ദേഹവുമായി മറ്റ് ചില പ്രശ്നങ്ങൾ ചർച്ച ചെയ്തു. അത് അവിടെയുള്ള ചില ഗോഡൗൺ നിർമ്മാണം അതുപോലുള്ള കാര്യങ്ങളാണ്. അത് ഇനിയും ഗോഡൗണുകൾ നിർമ്മിക്കേണ്ട കാര്യം അദ്ദേഹം സമ്മതിച്ചിട്ടുണ്ട്. ആലപ്പുഴയിലും കണ്ണൂരും ഗോഡൗണുകൾ നിർമ്മിക്കേണ്ട കാര്യം സമ്മതിച്ചിട്ടുണ്ട്. അവിടെ ഒരു പ്രത്യേക പ്രശ്നം ഉണ്ട്. അത് FCI തൊഴിലാളികളുമായി ബന്ധപ്പെട്ട പ്രശ്നമാണ്. FCIയിലെ തൊഴിലാളികൾ ആണല്ലോ FCIക്കകത്ത് നിന്ന് ഭക്ഷ്യധാന്യം എടുത്ത് ലോറിയിൽ കയറ്റേണ്ടത്. അത് അവിടുന്ന് ലോറിയിൽ കയറ്റുന്ന തൊഴിലാളികൾ ചിലർ ഒരു പ്രത്യേക സംഘടനയിൽപ്പെട്ടവരാണ്. ആ പ്രശ്നം കുറച്ചൊരു സംഘർഷ നില ഉണ്ടാക്കിയിരുന്നു കേരളത്തിൽ. കാരണം അവർ കയറ്റാൻ തയ്യാറല്ല. സാധാരണ കൂലിക്ക് പുറമെ മറ്റൊരു പണം അവർക്ക് കിട്ടണമെന്നായിരുന്നു അവരുടെ ആവശ്യം. അത് നേരത്തെ ഉണ്ടാക്കി വെച്ചൊരു സമ്പ്രദായത്തിൻ്റെ ഭാഗമായിരുന്നു. ആ പ്രശ്നം അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തുകയുണ്ടായി. അപ്പോൾ പ്രത്യേക ടീമിനെ വെച്ചുകൊണ്ട് അത് പഠിക്കാം എന്ന് ഉറപ്പ് നൽകിയിട്ടുണ്ട്. കേരളത്തിന്റെ വെട്ടിക്കുറച്ച വിജയൻ പ്രധാനമന്ത്രിയുമായി നടത്തിയ കൂടിക്കാഴ്ചയുടെ വിവരങ്ങൾ മാധ്യമങ്ങളോട് പറയുകയായിരുന്നു. കേരളത്തിന് വെട്ടിക്കുറച്ച റേഷൻ വിഹിതം പുനഃസ്ഥാപിക്കാമെന്ന് പ്രധാനമന്ത്രി ഉറപ്പു നൽകിയതായി മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. ഭക്ഷ്യസുരക്ഷാ ആക്ടിലെ ചില തടസ്സങ്ങളാണ് കേന്ദ്രം ചൂണ്ടിക്കാണിക്കുന്നത്. എന്നാൽ കേരളത്തിന്റെ സവിശേഷ സാഹചര്യം കേന്ദ്രത്തെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു.